നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ രണ്ടാഴ്ച മുമ്പ് കണ്ടത്, ആദ്യം നമ്മൾ കണ്ടത് ഈശോ ശിഷ്യന്മാർക്ക് മൂന്നാമത് പ്രത്യക്ഷപ്പെടുന്ന, പിന്നെ കണ്ടത് ഈശോ മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്ന, ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന മഗ്ദലേന മറിയത്തിന് ആ ഭാഗം കണ്ടത്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ്. ശിഷ്യന്മാർക്ക് ആദ്യമായിട്ട് ഈശോ പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ഈ വചനഭാഗത്ത് ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കുകയും യേശു വന്ന് അവരെ മധ്യ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഈശോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം, ഭയം എപ്പോഴും കൊണ്ടുവരുന്നത് അത് പരിശുദ്ധാത്മാവല്ല, ബിരുദത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് ആത്മാവിനെ നിങ്ങൾ തരുന്നത് ശക്തിയുടെയും സ്നേഹത്തിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവിനെയാണ് നമുക്ക് ലഭിക്കുന്നത്, ബിരുദത്തിന്റെ ആത്മാവിനെയല്ല. അതുകൊണ്ടാണ് ഈശോ പലപ്പോഴായിട്ട് പറയുന്നത്, ഭയപ്പെടേണ്ട. ഭയം മാറിക്കഴിഞ്ഞാല് നമ്മുടെ ഒരുപാട് അസ്വസ്ഥതകൾ മാറും. നമുക്ക് എപ്പോഴും ഭയം, എല്ലാത്തിനും കുറിച്ചിട്ടും ഭയം. ആ ഭയം വരുമ്പോൾ ഈശോ പറഞ്ഞ വചനമുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നടക്കാൻ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഭയം, കൊച്ചു കുട്ടിയാണെങ്കിൽ നടക്കുമ്പോൾ വീഴാവോ ഭയം. ഇവിടെ ഒത്തിരി കുട്ടികൾ അടുത്ത ആഴ്ച മുതൽ പരീക്ഷയ്ക്ക് സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് അവർക്ക് പരിസമയമാകുമ്പോൾ അവർക്ക് ഭയം, ജയിക്കാവോ, പഠിച്ചു കഴിഞ്ഞ് ഓർമ്മയിലേക്കാവോ, വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ ആപത്തുണ്ടാവോ, ഭയം. ഇവിടെ യഹൂദരെ ഭയന്ന ആ സ്ത്രീകന്മാർക്ക് ആ ഈശോയുമുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോൾ ഭയം കയറി വരാം. യഹൂദരെ ഭയന്ന് കതകടിച്ചിരിക്കുക, പുറത്തിറങ്ങാൻ പേടിച്ചിട്ട്. അപ്പോഴാണ് ഈശോ പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. കാരണം ഭയപ്പാട് വന്നത് എന്തുകൊണ്ടാ? അസ്വസ്ഥ വന്നത് എന്തുകൊണ്ടാ? കർത്താവ് ഇത്രയും നാള് അവരുടെ കൂടെ ഉണ്ടായിരുന്നു, കൂടെ നടക്കുകയായിരുന്നു. ആ നടക്കുന്ന കർത്താവ് ഒരു സുപ്രഭാതത്തില് കുരിശിൽ മരിച്ചിട്ട് അത് ഉത്ഥാനം ചെയ്തതേ പോയി. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് അവർക്ക് ഭയം. അവിടെ സന്തോഷം, ഭയം വന്നു കഴിഞ്ഞാല് നമുക്ക് സന്തോഷം ഉണ്ടാവില്ല, സന്തോഷിക്കാൻ പറ്റില്ല. ആ ഭയം വന്നു കഴിഞ്ഞാല് നമ്മുടെ എല്ലാവരും പ്രശ്നം തന്നെ, ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ സന്തോഷം ഉണ്ടാവില്ല. ഒരു ആകുലത, ആവലാതി, വേവലാതി ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു സന്തോഷിച്ച് ആനന്ദിക്കാൻ പറ്റില്ല. എപ്പോഴും ഒരു ഭയത്തിന്റെ ഒരു നിഴലില്, അല്ലെങ്കിൽ ഭയത്തിന്റെ അടിമത്തത്തിലേക്ക് നമ്മൾ പോവുക ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ ഭയപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതാ സമാധാനം കൊണ്ടുവരും. അരമായ ഭാഷയിലെ സ്ലാമ അമക്കോൻ, സ്ലാമ അമക്കോൻ, സമാധാനം നിങ്ങളോട് കൂടെ എന്നാണ് അർത്ഥം. അരമായ ഭാഷയാണ് സ്ലാമ അമക്കോൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് സ്ലാമ അമക്കോൻ, സമാധാനം നിങ്ങളോട് കൂടെ. അരമായ ഭാഷയിലാണ് കർത്താവ് അവിടെ പറഞ്ഞത്. ഈശോയുടെ സമാധാനമാണ് നമുക്ക് എന്നും അഭിഷേകമായിട്ട് നിൽക്കുക. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം എടുത്ത് വായിച്ച യോഹന്നാൻ 14:27. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോവും. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, ഞാൻ തന്നിട്ട് പോവും. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്ന പോലെയല്ല ഞാൻ നൽകുന്നത്. ലോകത്തിന്റെ സമാധാനം എപ്പോഴും സമാധാനമല്ല, അത് ശാശ്വതമായ സമാധാനമല്ല, അത് ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കും. ആണ് അടുത്ത വാക്യം വായിച്ച്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാവുകയും നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട.
രണ്ട് കാര്യങ്ങൾ കർത്താവ് കൃത്യം പറയുന്നത്. ഈ സമാധാനം ആശംസിക്കാൻ കാരണം കർത്താവ് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. യേശു പിതാവിലേക്കുള്ള വഴി യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ പോയി കഴിഞ്ഞാൽ ആ സഹായന പരിശുദ്ധങ്ങളിലേക്ക് അയക്കും. നിങ്ങൾ അസ്വസ്ഥപ്പെടും വേണ്ട, ഭയപ്പെടും വേണ്ട. പക്ഷേ സ്ത്രീഹന്മാർ ഇവിടെ ഭയപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് യേശു വന്ന് നിങ്ങൾക്ക് സമാധാനം, സ്ലാമ അമക്കോൻ എന്ന് പറഞ്ഞത് അരമായ ഭാഷയിലെ. നമുക്കറിയാം, വേർപാട് എപ്പോഴും നമുക്ക് അസ്വസ്ഥതയാണ്. മരണം ഒരു വേർപാടാണ്. അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരെ നമ്മിൽ നിന്ന് കുറച്ച് അകന്ന് നിൽക്കുമ്പോൾ, അതിന് വിദേശയാത്രയ്ക്ക് പോയാൽ ആ വേർപാട് ഒരു വേദനയാണ്, അസ്വസ്ഥതയാണ്. തിരിച്ചു വരുമ്പോഴാണ് ആ സമാധാനം കിട്ടുക. അപ്പൊ ഈശോയുടെ ഉത്ഥാനമാണ് നമുക്ക് സമാധാനമായിട്ട് ആ സമാധാനം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് കർത്താവ്. ഈശോയുടെ ദൈവൈക്യമാണ് മനുഷ്യർക്ക് യഥാർത്ഥ സമാധാനം ലഭിക്കുകയുള്ളൂ, രക്ഷയിലേക്ക് നയിക്കുകയുള്ളൂ, രക്ഷ അനുഭവത്തിലേക്ക് നയിക്കുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ടും ഒന്നാമത്തെ കാര്യത്തിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് ഈശോ പഠിപ്പിക്കുക. ഇനി മിശിഹ അനുഭവം നമുക്കൊരു ആത്മീയ സന്തോഷം പകരപ്പെടുന്നതാണ്. മിശിഹ അനുഭവം ഇവിടെ സ്ലീഹന്മാർക്ക് ഒരു ആത്മീയ സന്തോഷം പകരപ്പെടുന്നതാ. ആ 20-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം വായിച്ച്. യോഹന്നാൻ 20:20. കൈകളും പാർശ്വവും കാണിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിനെ കണ്ട് ശിഷ്യന്മാരെ സന്തോഷിച്ചു. കണ്ടു എന്ന് ആ വാചകം ശരിക്കും തെറ്റാണ്. അത് കിരിയോസ് എന്നാണ്, ആ ഗ്രീക്ക് പദമാണ്. കിരിയോസ് എന്ന ഗ്രീക്ക് പദത്തിലെ അനുഭവിച്ചു എന്നാണ് ശരിക്കും അർത്ഥം. ശരിക്കും അതിന്റെ കറക്റ്റ് മീനിങ് വരുന്നത് കണ്ടു എന്നല്ല, അനുഭവിച്ചു. കാണിലും അനുഭവിക്കലും വ്യത്യാസമുണ്ട്. ഞാൻ കണ്ടു പക്ഷെ ആ അനുഭവം വരുമ്പോൾ ഞാനും ആ വ്യക്തിയുമായിട്ട് ഒരു അനുഭവം, ഒരു ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. ആ ബന്ധം, ആ ഒരു അനുഭവമാണ് സന്തോഷത്തിലേക്ക്, ആനന്ദത്തിലേക്ക് സ്ലിഹന്മാരെ നയിച്ചത്. അപ്പൊ മിശിഹ അനുഭവം നമുക്ക് സന്തോഷം പകർന്നു തരുന്നതാണ്. കർത്താവിനെ കണ്ട് അനുഭവിച്ച ശിഷ്യന്മാർക്ക് സന്തോഷം അവർക്ക് തിരിച്ചു കിട്ടി. കർത്താവ് മുമ്പ് വാചകത്തിൽ പറയുന്നുണ്ട്, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അല്പസമയം കൊണ്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. ആ ഉത്ഥാനത്തിന്റെ പീരീഡിനെ കർത്താവോട് ഉദ്ദേശിച്ചത്. ഇവിടെ പാർശ്വ കൈകൾ കാണിച്ചു എന്ന് പറയുമ്പോൾ മരിച്ച ആൾ തന്നെ ആ പാർശ്വവും കൈകളും കാണിക്കുമ്പോൾ ഈശോ ഉത്ഥാനം ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്ത ചെയ്യുന്നവിടെ. ഈശോ ഉത്ഥാനം ചെയ്തു എന്നുള്ള സാക്ഷ്യം നൽകുകയാണ് ഇവിടെ സാധിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 21-ഉം 22-ഉം വായിക്കുന്ന എടുത്ത് വായിച്ചൻ. യോഹന്നാന്റെ സുവിശേഷം 16, 21, 22. 20 വായിച്ചോ? 20 തൊട്ട് വായിച്ചോ, നല്ല കൃത്യം അറിയാൻ പറ്റുള്ളൂ. എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ജനിച്ചുകൊണ്ട് സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല. ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ സന്തോഷമൊക്കെ പോയി. ഈശോ ഉത്ഥാനം ചെയ്ത് അടുത്തേക്ക് വന്നപ്പോഴാണ് ഇവർക്ക് സന്തോഷം തിരിച്ചു കിട്ടിയത്. ഈ മിശിഹ അനുഭവം, കർത്താവിനെ കണ്ടതിൽ അനുഭവിച്ച ആ ഒരു അനുഭവം ഇന്ന് നമുക്ക് ലഭിക്കുന്നത് എവിടെയാ? പരിശുദ്ധ കുർബാനയിലെ. ഇവിടെയാണ് പരിശുദ്ധ കുർബാനയും യേശു തമ്മിൽ നമ്മൾ പരിശുദ്ധ കുർബാന കാണലാണോ? നമ്മൾ പോയി കുർബാന കണ്ടു, കാണലല്ല. കിരിയോസ്
ഞാൻ കുർബാന അനുഭവിച്ചു. രണ്ടും വ്യത്യാസമുണ്ട്. കാണാന്ന് പറയുമ്പോൾ ഞാൻ പന്ത് കളി കാണുന്നു, അതെന്താ? കാഴ്ചക്കാരാ. ഞാൻ പന്ത് കളിക്കുന്നു, വ്യത്യാസമുണ്ടോ? ഇല്ലേ? ഞാൻ ആ കളി അനുഭവിക്കുക, കിരിയോസ്. അത് പറയാനാണ് ഈശോ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദുഃഖമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഈ ദുഃഖം സന്തോഷമായി മാറുന്നത് എവിടെ വെച്ചിട്ടാ? പരിശുദ്ധ കുർബാനയില് ഈശോയെ അനുഭവിക്കുമ്പോഴും. കാണുമ്പോ മാറില്ല. സ്ത്രീകന്മാർക്ക് ഭയം, അസ്വസ്ഥൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെ ഈശോയെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവരിലേക്ക് ആ സന്തോഷം വീണ്ടും കിട്ടി. ഭയം മാറി, അസ്വസ്ഥം മാറി, സന്തോഷത്തിന്റെ ആനന്ദത്താല് അവരെ മുഴുകി എന്നാണ് പറയുന്നത്. നമുക്ക് ഓരോ പരിശുദ്ധ കുർബാനയും അനുഭവം, കിരിയോസ്. നമുക്ക് ഈ കർത്താവിൽ കൃത്യമായിട്ട് നമ്മുടെ സഹനത്തിലൂടെ മാത്രമാണ് ഈ ക്രിസ്തീയ സന്തോഷം പൂർണ്ണമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് കർത്താവ് ഉദാഹരണം പറഞ്ഞതാണ്. സ്ത്രീയുടെ പ്രസവവേദന. ലോകത്തിലെ ഏറ്റവും വലിയ വേദന ഏതാ? കൈമുറിഞ്ഞതാവും പ്രസവവേദന. പക്ഷേ ഇതിനേക്കാളും 100 അംശമുള്ള കൈമുറിഞ്ഞ വേദന ഒരു പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന വരില്ല. അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അവിടെ നിന്ന് അലറി പൊളിക്കണ കാണാം. അതിനേക്കാളും 100 ഇരട്ടി ഡെസിമല് വേദനയാണ് പ്രസവ വേദന. അത് സഹിക്കാനായിട്ട് ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ? ലക്ഷ്യമുണ്ട്. ആ വേദനയ്ക്ക് ലക്ഷ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾക്ക് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ സഹനങ്ങളും വേദനകളും സഹിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് അൽഫോൺസമ്മ പറഞ്ഞത്, കർത്താവേ എൻ്റെ ഈ രോഗം മൂർജിപ്പിക്കണമേ. എന്തിനു വേണ്ടി? കർത്താവിന്റെ കുരിശോട് ചേർന്നിരിക്കാനായിട്ട്, ആ കുരിശു മരണത്തോട് ചേർന്നിരിക്കാനായിട്ട് എൻ്റെ ഈ രോഗത്തെ മൂർജിപ്പിക്കണമെന്ന് അൽഫോൺസമ്മ പ്രാർത്ഥിച്ചത്. അൽഫോൺസമ്മയ്ക്ക് ഈ സഹനം കൊണ്ട് ലക്ഷ്യം കണ്ടുപിടിച്ചു. ഞാൻ +2 സയൻസ് ഗ്രൂപ്പ്, ഇവിടെ 10ാം ക്ലാസ് ഗ്രൂപ്പിന്റെ സയൻസ് ഗ്രൂപ്പ് എടുക്കുന്ന എനിക്ക് ലക്ഷ്യമുണ്ട്. അല്ലെങ്കിൽ കോമേഴ്സ് എടുത്താൽ മതി. ഈ സയൻസ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ എനിക്ക് ഡോക്ടറാണോ ലക്ഷ്യമുള്ളത് കൊണ്ടാണ് ഞാൻ +2 സയൻസ് ഗ്രൂപ്പ് എടുക്കുന്നത്. അതില്ലാത്തന്നെ എന്തെങ്കിലും പഠിച്ചാൽ മതി. ഇതുപോലെ നമ്മുടെ സഹനങ്ങൾക്ക് ലക്ഷ്യമുണ്ട്. ലക്ഷ്യം കണ്ടെത്തിയിട്ട് അതിന്റെ പിന്നാലെ ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് ഈ സഹനങ്ങൾ എടുക്കുമ്പോൾ ഈ സഹനത്തിനൊന്നും ഒരു വേദനയും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ലക്ഷ്യമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ഈശോയോട് ചേർന്ന ജീവിതം സഹനത്തിലുള്ള സന്തോഷം അനുഭവിക്കാനുള്ള ജീവിതമാണ്. കർത്താവ് തന്നെ കൃത്യമായിട്ട് ഞാൻ ഉദാഹരണം കർത്താവ് പറയുന്നത് സ്ത്രീക്ക് പ്രസവത്തിന്റെ കാര്യം കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇനി 3ാമത്തെ ഒരു പോയിന്റ് കൂടി അതിനകത്തുണ്ട്. 21ാമത്തെ വാക്യം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് ഈശോ അവരുടെ മേലെ എന്ത് ചെയ്തു? ശരിക്കും വായിക്കേ, കൈകോപ്പിന്ന നിശ്വസിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞ? നിങ്ങള് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അതുവരെ സ്ത്രീഹന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടില്ല. ഈ 2 നിശ്വാസങ്ങളാണ് ബൈബിളില് കാണുവാനായിട്ട് സാധിക്കുക. എവിടെയൊക്കെയാ 2 ശ്വാസങ്ങൾ? നിശ്വാസം. ഉൽപ്പത്തിയിലെ 2ാമത്തെ അധ്യായം 7ാം വാക്യത്തില് ദൈവമായ കർത്താവ് പൊടി കൊണ്ടിട്ട് മനുഷ്യ രൂപം ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അവന്റെ നാസാന്തരങ്ങളിലേക്ക് നിശ്വസിച്ചു. എന്റെ അർത്ഥം ആത്മാവിനെ കൊടുത്തു.
അതിന്റെ പൂർത്തീകരണമാണ് ഇന്ന് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുക. ഈശോ സ്ത്രീകന്മാരുടെ മേലെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങള് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അതാണ് പരിശുദ്ധാത്മാവിനെ അവർക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചത്. അപ്പോഴാണ് അവരുടെ മാമോദിസ അവിടെ നടക്കുന്നത്, സൈലവ് നടക്കുന്നത് അപ്പോഴാണ്. യോഹന്നാന്റെ സുവിശേഷം 3-5 വാക്യം എടുത്ത് വായിച്ച്. 3-5 വാക്യം നിക്കോദെമോസ് ചോദിക്കുന്നുണ്ട്. യോഹന്നാൻ 3:5. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തില് അവിടെയാണ് ഈശോ സ്ത്രീഹന്മാരെ നോക്കിയിട്ട് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിനെന്ന്. ആ നിശ്വാസമാണ് ദൈവമക്കളാകുവാനായിട്ടുള്ള വിളിയിലേക്ക് അവിടെ നയിച്ചത്. യോഹന്നാൻ 1:12 വായിച്ചൻ. യോഹന്നാൻ 1:12. മിശിഹായിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകുവാനുള്ള കഴിവ് നൽകി. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുമ്പോഴാണ് ദൈവമക്കളായിട്ട് തീരുക. ഇനി യോഹന്നാൻ 20:17. മതി. ദൈവമക്കളായി കഴിയുമ്പോഴാണ് നമ്മൾ ഈശോയുടെ സഹോദരന്മാരായിട്ട് മാറുന്നത്. നമ്മൾ ദൈവമക്കളായി തീരുമ്പോഴാണ് ഈശോയുടെ സഹോദരന്മാരായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് എൻ്റെ സഹോദരൻ, മുമ്പൊക്കെ ശിഷ്യന്മാരെന്ന് പറഞ്ഞത്, അതിനൊക്കെ കഴിഞ്ഞപ്പോൾ ഉത്താഞ്ച മക്കളോട് പറയാണ്, നീ തടഞ്ഞു നിർത്തരുത്, എൻ്റെ സഹോദരന്മാരോട് പോയിട്ട് പറയണമെന്ന് പറയുന്നത്. ഉത്താനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാരെ സഹോദരന്മാരായിട്ടാണ് കാണുന്നത്, സഹോദരന്മാരെ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈശോയുടെ ആ മിശിഹ അനുഭവത്തിലൂടെ നമുക്കും ഓരോ പരിശുദ്ധ കുർബാനയിൽ കടന്നു പോകാനായിട്ട്, കിരിയോസ് ആയിട്ട് കുർബാന കാണലല്ല, കണ്ടു എന്നല്ല പറയണ്ടേ, കുർബാന അനുഭവിച്ചു എന്ന് പറയണം. ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോഴാണ് ദൈവമക്കളായി തീരുന്ന പരിശുദ്ധാത്മാവിനെ കൂടുതൽ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അതിനായിട്ട് ദൈവം നിങ്ങൾ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.